വിവാദ കാഫിർ പോസ്റ്റ് പിൻവലിച്ച സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം കെ ലതിക പോസ്റ്റ് പിൻവലിച്ച ശേഷം ഫേസ്ബുക്ക് പ്രൊഫൈൽ ലോക്ക് ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ശാന്തകുമാർ ചേരുന്നുണ്ട്. ശാന്തകുമാർ, ഈ ഒരു വിവാദം സിപിഐഎമ്മിന് തന്നെ തിരിച്ചടിയാകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു പോസ്റ്റ് പിൻവലിച്ച കെ ലതിക പ്രൊഫൈലും കൂടി ലോക്ക് ചെയ്തിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ഏറെ വിവാദമായ ഒരു പോസ്റ്റാണ് ഈ കാഫിർ വിവാദവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് വടകരയിൽ പ്രചരിച്ചത്. വടകരയിൽ മാത്രമല്ല, അത് സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിൽ തന്നെ ഏറെ ചർച്ചയായതായിരുന്നു ഈ കാഫിർ വിവാദ പോസ്റ്റ്. ആ പോസ്റ്റ് കഴിഞ്ഞ ദിവസം വരെ കെ ലതികയുടെ ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്നു. ഫേസ്ബുക്കിൽ ആദ്യം ഷെയർ ചെയ്തതും കെ ലതികയായിരുന്നു. അതിനെ തുടർന്ന് ഈ ഒരു യൂത്ത് ലീഗ് പ്രവർത്തകന്റെ പേരിലായിരുന്നു ആ പോസ്റ്റെങ്കിൽ ആ പോസ്റ്റ് തങ്ങൾക്ക് ബന്ധമില്ലെന്ന് അയാൾ പോലീസിനോട് പറയുകയും അത് തെളിയിച്ച് കാണിച്ചു കൊടുക്കുകയും അത് ആ യൂത്ത് ലീഗ് പ്രവർത്തകന് കഴിഞ്ഞിരുന്നു. അത് തന്നെയാണ് പിന്നീട് പോലീസ് കോടതിയിലും ആവർത്തിച്ചത്. കോടതിയിൽ കൂടി പോലീസ് ഇക്കാര്യം ആവർത്തിച്ചതോടുകൂടിയാണ് സിപിഎം നേതാവ് കൂടിയായ കെ ലതികയ്ക്ക് ഈ പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നത്. അതോടൊപ്പം തന്നെ UDF പ്രവർത്തകരും പ്രത്യേകിച്ച് കോൺഗ്രസും ഈ ശക്തമായ നിലപാടുമായി പ്രതിഷേധവുമായി ഈ കാര്യത്തിൽ രംഗത്ത് വന്നിരുന്നു. കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ തന്നെ പറഞ്ഞിരുന്നു, ഈ കെ ലതികയെ ചോദ്യം ചെയ്യുക മാത്രമല്ല അറസ്റ്റ് ചെയ്യുക കൂടി വേണം, എങ്കിൽ മാത്രമേ ഇതിന് വ്യക്തമായി എവിടുന്നാണ് ഈ പോസ്റ്റ് വന്നത് എന്നുള്ള വിവരം ലഭ്യമാവുകയുള്ളൂ എന്നുള്ള ആവശ്യം ഉന്നയിച്ച് UDFും കോൺഗ്രസും ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നതിനെ തുടർന്നാണ് ഇപ്പോൾ CPM സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ കെ ലതിക ഈ വിവാദ പോസ്റ്റ് പിൻവലിച്ചിരിക്കുന്നത്. നയന, വിവാദ കാഫിർ പോസ്റ്റ് പിൻവലിച്ചിരിക്കുകയാണ് സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം കെ ലതിക. ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടിയേറ്റുന്നു. പോലീസ് റിപ്പോർട്ടിൽ ഇവർ ആരോപിച്ച പ്രതിക്ക് യാതൊരു തെളിവുമില്ല എന്ന പ്രാഥമിക ഒരു അന്വേഷണ റിപ്പോർട്ട് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പോസ്റ്റ് പിൻവലിച്ച ശേഷം ഫേസ്ബുക്ക് പ്രൊഫൈൽ ലോക്ക് ചെയ്ത സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം കെ ലതിക രംഗത്തെത്തിയിരിക്കുന്നത്. വിശദാംശങ്ങളാണ് ശാന്തകുമാർ നൽകിയത്.